ഒരു പാറയുടെ ഉപരിതലം ചിപ്പ് ചെയ്തോ കൊത്തിയോ അതിൽ ചിഹ്നങ്ങളും ചിത്രങ്ങളും എഴുത്തും ഒക്കെ നിർമ്മിക്കുന്ന ഒരു പുരാതന പാറ കൊത്തുപണിയാണ് പെട്രോഗ്ലിഫ്. ഇന്നേവേ നമ്മുടെ പൂർവികരുടെ ഏറ്റവും പഴക്കമുള്ള സന്ദേശങ്ങളാണ് ഈ പെട്രോഗ്ലിഫുകൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. ആധുനിക കൊത്തുപണി ഉപകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കല്ലുളികളും ചുറ്റിക കല്ലുകളും ഉപയോഗിക്കേണ്ടി വന്നിട്ടാവാം പുരാതന മനുഷ്യർ ഇത് ചെയ്തിട്ടുണ്ടാവുക. ഇതുപോലെ ഒരു കാർവിംഗ് ചെയ്യാൻ മാത്രം വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. പ്രാചീന ശിലായുഗം മുതൽ നിർമ്മിച്ചതായി കണക്കാക്കുന്ന കോടിക്കണക്കിന് പെട്രോഗ്ലിഫുകൾ ലോകത്തിലുടനീളം ഉണ്ടാവും. അതിൽ ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന ഏക ശിലാലിഖിത സ്ഥലമാണ് കേരളത്തിലെ വയനാട്ടിലുള്ള എടയ്ക്കൽ ഗുഹകൾ. 1890 ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു നായാട്ടിനിടയ്ക്ക് വെച്ച് ഈ സ്ഥലം കണ്ടെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്ക് ഈ ഗുഹയെക്കുറിച്ച് എപ്പോഴും അറിയായിരുന്നു, പക്ഷെ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഫോസറ്റ് ഗുഹയിലെ തൻ്റെ കണ്ടെത്തലുകൾ മറ്റ് ചിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കും റിപ്പോർട്ട് ചെയ്തു. എടയ്ക്കൽ പ്രശസ്തമായി. ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ കാരണം 2 പാറക്കെട്ടുകൾക്കിടയിൽ ഇടിഞ്ഞുകിടക്കുന്ന ഒരു വലിയ പാറക്കല്ല് കൊണ്ട് രൂപപ്പെട്ട പ്രകൃതിദത്തമായ പാറക്കൂട്ടമാണ് എടയ്ക്കൽ ഗുഹകൾ. യഥാർത്ഥത്തിൽ ഒരൊറ്റ ഗുഹയല്ല, കാണാൻ ഗുഹ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. 2 നിലകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ അറയ്ക്ക് ഏകദേശം 18 അടി നീളവും 12 അടി വീതിയും 10 അടി ഉയരവും ഉണ്ട്. അടുത്ത നിലയ്ക്ക് ഏകദേശം 96 അടി നീളവും 22 അടി വീതിയും 18 അടി ഉയരവും ഉണ്ട്. സോ എന്താണ് ഇവിടെ ഇത്ര പ്രത്യേകത?